രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എന്ത് ചെയ്യാൻ പറഞ്ഞോ, തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊരു മലയിൽ അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഹോമയാഗം കഴിക്കുക. അല്ലേ? ഒന്നുകൂടെ ഞാൻ ആ വാക്യത്തിൻ്റെ ഒരു ഭാഗം ആവർത്തിക്കുന്നു. നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ എന്ന് പറഞ്ഞ വാക്ക്, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്ക്. ആമേൻ. അത് മറക്കാതിരിക്കാനാണ്. അത് നമ്മുടെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആമേൻ. അപ്പം നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്ക്. രണ്ടാമത് ഒരു പദം എടുത്തു പറയുന്നു, അവനെ ഹോമയാഗം കഴിക്കണം. എന്ത് യാഗം കഴിക്കണം? ഹോമയാഗം കഴിക്കണം. ആമേൻ. എന്തിനാ കർത്താവ് ഇത് പറഞ്ഞേ? സാധാരണ ഇങ്ങനെ അധികം ഒന്നും ദൈവം പറയാറില്ല. പക്ഷേ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയും, അബ്രഹാമേ, നീ കുറച്ചു ദിവസം ആയല്ലോടാ നീ ആരാധിച്ചിട്ട്, നീ ഇന്നൊന്ന് ആരാധിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ. ആമേൻ. ശ്രദ്ധിക്കുക, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ആമേൻ. വലിയ കോട്ടും പാൻറ്റും ഒക്കെ ഇട്ട് വരണമെന്നല്ല, ഇത് നിങ്ങൾ സഹായിച്ചു, ഞാൻ ഇട്ടു, അത്രയേ ഉള്ളൂ. ആമേൻ. ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നറിയാവോ? നമ്മൾ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. ആദ്യമായി തൻ്റെ കൈ കൊണ്ട് നിർമ്മിച്ച മനുഷ്യൻ്റെ പേര് ആദാമും ഹവ്വയും. എല്ലാ വൈകുന്നേരങ്ങളിലും ദൈവം എവിടെ വരുമായിരുന്നു? തോട്ടത്തിൽ വരും. എന്തിനു വരും? ചൊല്ലിയും പറഞ്ഞു ഇന്നത്തെ വിശേഷം പറയാനല്ല, ആരാധന സ്വീകരിക്കാൻ വരുന്നതാ. മനസ്സിലാകുന്നുണ്ടോ? ആദ്യത്തെ ദമ്പതികളുടെ ആദ്യത്തെ തലമുറകൾ പേര് കയ്യിനും ഹാബേലും, അവരും ദൈവത്തിന് ആരാധന കൊടുത്തെന്ന് 34-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരുവനിൽ പ്രസാദിച്ചു, മറ്റൊരുവനിൽ പ്രസാദിച്ചില്ല. അതും പോട്ടെ, എങ്കിലും അടുത്ത ജനറേഷനും ദൈവത്തെ ആരാധിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. എന്തുവാണ്? ആരാധിക്കണം. അത് കേട്ടവരൊരു ഹല്ലേലൂയ പറ. ആമേൻ. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഞായറാഴ്ച വന്ന് പള്ളി തല കാണിച്ചേച്ച് പോകാം. കല്യാണ വീടല്ല തല കാണിക്കാൻ. ഒരു സ്വത്രം ഇല്ലാണ്ട നിങ്ങൾ മാത്രം പറഞ്ഞു. ഹല്ലേലൂയ. കല്യാണ വീടല്ല തല കാണിക്കാൻ, പിന്നെ ഇത് ആരാധന കൊടുക്കേണ്ട ഇടമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ ഈ പ്രസംഗത്തിലൂടെ രണ്ട് വർത്തമാനമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം. പുറത്തിരുന്നിട്ട് കല്ല് എറിയരുത് തന്നെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ആര് പറയും? പണ്ട് ആരോണ്ട് പറഞ്ഞ റീ പാസ്റ്റർ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ വേറെ പള്ളിയിൽ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്നുണ്ട്. കേൾക്കാൻ മനസ്സുള്ളവൻ പറഞ്ഞില്ല നിങ്ങൾ. ആമേൻ. നിങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ സംഭവം. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞുകൊണ്ട് സമയം കളയണ്ട നമുക്ക്. ഹല്ലേലൂയ. പണ്ട് ഞാൻ കുഞ്ഞു ചേർത്തിലിരുന്ന സമയത്ത് ഞാൻ ദശാംശത്തെക്കുറിച്ച് സാധാരണ പറയാറില്ല, ഒന്നും പറയാറില്ല. തരണമെന്നും പറയാറില്ല, തരണ്ടെന്നും പറയാറില്ല. ഇപ്പം പിന്നെ ഭാരം കൂടുമ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ വല്ലപ്പോഴൊക്കെ. ആമേൻ. അപ്പോൾ ഒരാൾ ഓടിപ്പോയി, ചാടിപ്പോയിട്ട് വേറൊരു ചർച്ചിലേക്ക് പോയപ്പോൾ അവിടെ 1-ാം തീയതി 2-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് ദശാംശം മേടിക്കും. അപ്പോൾ ഇതിങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ 1-2 കാര്യങ്ങളെത്തി. വേറൊന്നുമല്ല എത്തിയത്. റജി പാസ്റ്റർ അവിടെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നെങ്കിലല്ലേ നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ വരേണ്ട ദശാംശം ഇവിടെ പോയത്. അപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കറിയാം എത്ര കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലേ? അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? ഉണ്ടോ ബ്രദറെ? നിങ്ങൾക്കില്ലെന്ന് മനസ്സിലായി. ബാക്കിയുള്ളവരെ ജോർജ് പച്ചന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മക്കളെ ഹല്ലേലൂയ. ആമേൻ. ഇനി ഞാൻ പറഞ്ഞതല്ലേ പിന്നെ വേറെ ആരും പറഞ്ഞു തരുമോ? നിങ്ങൾ പറ. കണ്ട പാസ്റ്റർമാർ വന്ന് പറഞ്ഞാൽ വിചാരിക്കും റജി പാസ്റ്റർ ഈ പരിപാടി ഒന്നും അറിയത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ അല്ലേ സിസ്റ്റർ? എത്ര വർഷം എൻ്റെ കൂടെ നമ്മളെ കൂടെ ഇരുന്നിട്ട് തുടങ്ങിയിട്ട്? 2000-ലൊക്കെ വന്നോ നിങ്ങൾ? അത് നല്ലേ. ഹല്ലേലൂയ. ഏതായാലും 10 വർഷമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. 2003 21 വർഷമായി. ഒരു ഹല്ലേലൂയ പറ. നിൽക്കട്ടെ, നിർത്തട്ടെ ദൈവം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ. ഞാനിങ്ങോട്ട് വരാം. ഈ ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്ന, ദൈവം മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. എന്തുവാ? ആരാധന. നമ്മളൊക്കെ ചർച്ചയിൽ വരും. ചർച്ചയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ നേരത്തെ പറഞ്ഞൊരു വാക്ക്, തല കാണിച്ചേച്ച് പോകാം. തല കാണിക്കലല്ല ആരാധന. കർത്താവിന് കൊടുക്കേണ്ടതാണ് ആരാധന. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അത് നോക്കണമേ, ദശാംശം കൊടുത്തിട്ട്, നേർച്ച കഴിച്ചിട്ട്, ഒന്ന് വന്നേച്ച് ചടങ്ങ് തീർക്കുന്നതാണ് ആരാധന. സ്വർഗം പറയുന്നു അതല്ല ആരാധന. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. നീ ദൈവത്തെ ആരാധിക്കണോ. ഹല്ലേലൂയ. അപ്പോ ആദാവും ഔവയുടെയും വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം വരുമായിരുന്നു. ശരിയല്ലേ? ശരി. കയീനും ഹാബേലും ആരാധിച്ചപ്പോ ദൈവം ഇറങ്ങി വന്ന് പ്രസാദിച്ചെന്ന് ബൈബിളിൽ കൊടുക്കുന്നുണ്ട്. ആമേൻ. അവരുടെ ആരാധന ദൈവം പ്രസാദിച്ചു. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് തലമുറകളുണ്ട്. നോഹ ദൈവത്തിന്റെ കൃപ ലഭിച്ച പുള്ളിയാ. ഇതിനിടയ്ക്കൊരു പുള്ളിയെ കുറിച്ച് ബൈബിൾ പറയുന്നു, ഹാനോക്ക്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹാനോക്ക് എത്ര കൊല്ലം ആ പുള്ളി ദൈവത്തോട് കൂടെ നടന്നേ? പറ, അറിയുന്നുള്ളൊരു പറ. 300. ശരിയാണോ? കൈവക്കി. അതിനും ഡൗട്ടാണ്. ശരിയാണ്, 300 വർഷം എവിടെ നടന്നു? ആരോട് നടന്നു? ഇന്ന് 3 വർഷം നടക്കുമ്പോൾ നമ്മൾ മടുത്തു പോയില്ലേ? സമ്മതിക്കണം ഹാനോക്കിന്. പാസ്റ്റർ, ഞാൻ 3 വർഷമായി ഇപ്പോഴേ മടുത്തു. പരിശുദ്ധാത്മാവ് പറയുക, 300 വർഷം നടന്നിട്ട് പുള്ളി മടുത്തില്ല. ദൈവത്തോടുകൂടെ 300 വർഷം നടന്നിട്ട് ദൈവ സ്നേഹത്തോട് ചേർന്ന് നടന്നപ്പോ ബൈബിള് പറയുന്നു, അവന് ദൈവം എടുത്തുകൊള്ളത് കൊണ്ട് അവനെ കാണാതെയായി. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്ന് നടക്കാൻ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാൻ സ്വർഗം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 3 വർഷം കഴിയുമ്പോൾ മടുക്കരുത്. 30 വർഷം കഴിഞ്ഞ് മടുക്കരുത്. അതുകൊണ്ട് ഞാൻ സിസ്റ്ററോട് ചോദിച്ചേ. സിസ്റ്റർ പറഞ്ഞു 21 വർഷമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. 21ന്റെ കണക്ക് ഇവിടെ പറഞ്ഞു. ഇതൊക്കെ മേലെ പറയാൻ ആളുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. പ്രസാദ് പറഞ്ഞു മടുത്തിട്ടില്ല ഇപ്പോഴും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഉണ്ട്. 21ന്റെ കണക്കൊക്കെ പറയാൻ ഇനിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, കർത്താവിനോട് ചേർന്ന് നടക്കാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. 3 കൊല്ലം കൊണ്ട് തീരുന്ന കോൺട്രാക്ട് അല്ല ആരാധന. 30 വർഷം കൊണ്ട് തീരുന്ന കോൺട്രാക്ട് അല്ല ആരാധന. ജീവനുള്ള കാലത്തോളം ഞാൻ യഹോവയെ സ്തുതിക്കാം. Praise God. Hallelujah. Praise God. 3 വർഷം കൊണ്ട് തീരുന്നതല്ല സിസ്റ്റർ. അതുകൊണ്ടാണ് നിങ്ങൾ 21 വർഷമായിട്ട് നിൽക്കുന്നത്. 11 വർഷം കൊണ്ട് തീരുന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ 11 വർഷം പിന്നിട്ടിട്ട് നിൽക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതാ അങ്ങനൊരു കോൺട്രാക്ട് അല്ല, ദൈവത്തോട് കൂടെ കൂടെ നടന്ന ഹാനോക്ക് അവസാനം അവന്റെ ബോഡി പോലും നാട്ടുകാർ കിട്ടില്ല. തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവനെ എടുത്തോളാം. കൂടെ നടന്നാൽ അങ്ങനെയാ ഗുണം. ബോഡിക്കൊന്നും വലിയ വിലയില്ലെന്ന്, അത് കുഴിച്ചിടാനേ കൊള്ളോ. തമ്പുരാൻ ഞാൻ കൊണ്ടുപോവാടാ. ഏലിയാവിനോട് ചോദിച്ചു നോക്ക്. അപ്പനും ഇല്ല, അമ്മയും ഇല്ല, ഒന്നും കാണാനും ഇല്ല. എവിടെ വീടെന്ന് വെച്ചാൽ അറിയത്തില്ല. പോകുന്നിടത്ത് തന്നെ വീട്. പാറ എങ്കിൽ പാറ, ചൂരച്ചെടി എങ്കിൽ ചൂരച്ചെടി, മരുഭൂമി എങ്കിൽ മരുഭൂമി, വിധവയുടെ വീടെങ്കിൽ വിധവയുടെ വീട്. എൻ്റെ കൂടെ നടന്ന നിന്റെ ബോഡി എന്നും ആക്കും കൊടുക്കത്തില്ലടാ, ഞാൻ അങ്ങ് എടുത്തോളാന്ന്. ഇന്ന് പകൽ കർത്താവിനോട് ചേർന്ന് നടക്ക. നാളെയെ കുറിച്ചുള്ള വിചാരം നിനക്ക് വേണ്ട. ഇന്ന് പകലിൽ ദൈവം നിന്റെ കുറിച്ചും നിന്റെ ആരാധനയെ കുറിച്ചും ദൈവം കൊതിക്കുന്നു. ചേർന്ന് നടക്കാൻ നീ തയ്യാറാണോ? യേശുവിന്റെ നാമത്താൽ ഞാൻ അബ്രഹാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യമുണ്ട്. ഇസഹാക്കിനെയും കൂട്ടി എവിടെ വരാൻ പറഞ്ഞു? ഹോമയാഗത്തിന് മോറിയ മലയിൽ വരാൻ പറഞ്ഞു. പറയാനൊരു കാരണമുണ്ട്. ആമേൻ. ദൈവം അബ്രഹാമിനെ നോക്കി, എടാ എനിക്കിഷ്ടം ആരാധനയാണ്. നിന്റെ പുറമേയുള്ള കോട്ടും സൂട്ടും പിന്നെ സാരിയും ചുരിദാറും അല്ല ദൈവത്തിന് ഇഷ്ടം. പിന്നെ എന്നുവാ? നിന്റെ ആരാധനയാണ്.
ഇതാണ് ആർക്കിഷ്ടം? ദൈവത്തിനിഷ്ടം. ദൈവം നോക്കി 75-ാമത്തെ വയസ്സിൽ പണ്ട് ഒറ്റ വിളിച്ച് കേട്ട് ഇറങ്ങി വന്ന പുള്ളി ആര്? എബ്രഹാം. ഇറങ്ങി വന്ന പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്. അന്ന് ദൈവം കൊടുത്ത ആദ്യത്തെ വാഗ്ദത്വം എന്ന് പറയുന്നത് നിനക്ക് തലമുറ ലഭിക്കുമെന്ന. ഇല്ലാത്തൊരു സാധനം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ കയ്യടിയായിരുന്നെന്ന് അറിയാമോ? ബൈബിളിൽ കൊടുത്തിട്ടില്ല കൈ അടിച്ചെന്ന്. പിന്നെ ഞാൻ എൻ്റെ ആത്മാനിലയിൽ പറയുക, ഭയങ്കര കയ്യടിയായിരുന്നു. ആമേനൊക്കെ പറഞ്ഞതിന് കണക്കില്ല. താൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ ആമേൻ തൻ്റെ ഭാര്യ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ശ്രദ്ധിക്കുക, താൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്തോത്രം ആര് പറഞ്ഞു? സാറായി പറഞ്ഞു. കാരണം കിട്ടാത്തത് ദൈവം തരുമെന്ന് പറഞ്ഞല്ലോ. ഒക്കെ കഴിഞ്ഞ് ചില നാളുകൾ 75-ാമത്തെ വയസ്സിൽ ഇറങ്ങിയതാ. 76-ൽ കുഞ്ഞ് കിട്ടിയില്ല, 77-ൽ കുഞ്ഞ് കിട്ടിയില്ല, 80-ലും കുഞ്ഞ് കിട്ടിയില്ല, 82-ലും കുഞ്ഞ് കിട്ടിയില്ല, 84-ലും കുഞ്ഞ് കിട്ടിയില്ല, 85-ലും കിട്ടാതെ വന്നപ്പോ സാറായി പറഞ്ഞു, ആമേനൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനൊരു ഹാഗറെ കാണുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങള്? ആമേനും സ്തോത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ. വാഗ്ദത്തം ഉണ്ടല്ലോ എന്തെന്ന്, ഒരു തലമുറ കിട്ടുമെന്ന്. അതുകൊണ്ട് സാറാ പറഞ്ഞു, ആമേൻ അവിടെ വച്ചിട്ട് പുള്ളിക്കാരത്തെ ഹാഗറിനെ പിടിച്ച് അബ്രഹാമിന്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ ബൈബിൾ പറയുന്നു ഒരു ഇശ്മായേൽ ജനിച്ചു. ഇസ്മായേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറാ പറഞ്ഞു, ദൈവത്തിൻ്റെ നാണക്കേട് നമ്മൾ മാറ്റാം. ദൈവത്തിൻ്റെ നാണക്കേട് മാറ്റാൻ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കുക പരിപാടി. അത് ഈ വിഷയത്തിൽ വാഗ്ദത്വത്തിൻ്റെ പേരിൽ ദൈവത്തിന് നാണക്കേട് വേണ്ടെന്ന് പറഞ്ഞ് വാഗ്ദത്വത്തിൻ്റെ സ്ഥലത്ത് വല്ല ഇസ്മായേലിനെയും പിടിച്ചു വെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകരം നിങ്ങളോടാ ഞാൻ പറയുന്നത്, തമ്പുരാന് ഒരു ഇസ്മായേലിന്റെ സഹായവും വേണ്ട. ദൈവം ആ വാഗ്ദത്തത്തെ ഫിൽ ചെയ്യാൻ ദൈവം ശക്തൻ. ഓ വിശ്വസിക്കുന്നവനോട് ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ഹേ, വഴി കിടക്കുന്നവനെ കൊണ്ട് വാഗ്ദത്തം നിറപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇസഹാക്ക് വരേണ്ടിടത്ത് ഇസഹാക്ക് വരും. ഹല്ലേലൂയ. ആമേൻ. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? 85-ാമത്തെ വയസ്സിൽ സാറായും അബ്രഹാമും കൂടെ ഇടയ്ക്ക് സന്ധ്യപ്രാർത്ഥന വെച്ചിട്ട് പറയുക, നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, നാണക്കേടല്ലേ എന്നാ കുഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞ് 75-ൽ ഇറങ്ങിയതാ, ഇപ്പൊ 85-ആയിട്ട് എന്ത് വന്നില്ല, തലമുറ വന്നില്ല. സാറായി പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റും തോന്നില്ല, കാരണം പതിവ് നിന്നു, ശരീരത്തിൽ വാർദ്ധക്യം തുടങ്ങി. അന്നേരം എടുത്ത ഓപ്ഷനാണ് ഹാഗർ വരട്ടെ. പക്ഷേ സാറായ്ക്ക് തൃപ്തിയുണ്ട്, എബ്രഹാമിന് തൃപ്തിയുണ്ട്. വാഗ്ദത്തം കൊടുത്ത ദൈവത്തിന് തൃപ്തിയില്ല. ചില ഇസ്മായേലിനെ കണ്ടിട്ട് ദൈവം വാഗ്ദത്തത്തെ തിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് ആരോട് പറയുന്നു? വാഗ്ദത്തം ഉണ്ടോ? ഉണ്ട്. സമയത്തിന് കിട്ടാത്തോണ്ട് ഇസ്മായേലിനെ കയറ്റി വെച്ച് വാഗ്ദത്തത്തെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ, ഓ, വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് ഈ ഞായറാഴ്ച സ്വർഗം പറയുന്നു, അത് ഇസ്മായേൽ അല്ല, ഇസഹാക്കിനെ തന്നെ. ഓ യെസ് 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 യെസ്. Come on, receive the glory of God. ഇന്ന് പകലിൽ ആ കസേര ഇസ്മായേലിന് കൊടുക്കത്തില്ല, ആ കസേര ഇസ്മായേലിന് വിട്ടുകൊടുക്കത്തില്ല. നിന്റെ വാഗ്ദത്തത്തെ വിട്ടുകൊടുക്കരുത്. ഇസഹാക്കിന്റെ സ്ഥാനം ഇസ്മായേലിന് കൊടുക്കരുത്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവനോട് ഞാൻ ആത്മനിറവിൽ സംസാരിക്കുന്നു, നിന്റെ വാഗ്ദത്തത്തെ ഒരു ഇസ്മായേൽ കവരരുത്. നിന്റെ വാഗ്ദത്തത്തെ ഒരു ഇസ്മായേൽ കവരരുത്. 86 വയസ്സായപ്പോ ഇസ്മായേൽ കൈ കിട്ടി. അന്ന് കുടുംബത്തെ വിളിച്ച് സാക്ഷ്യം പറഞ്ഞു, വാഗ്ദത്തം നിറവേറി. ആമേൻ. ഒരു തട്ടിക്കൂട്ട് പരിപാടിയുടെ വാഗ്ദത്തം നിറവേറ്റിയെന്ന് അബ്രഹാം വിളിച്ചു പറഞ്ഞു. പക്ഷെ തമ്പുരാൻ മേലെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നാ പണിയാടാ നീ കാണിച്ച്. ആമേൻ. ഞാനിട്ട വാഗ്ദത്തത്തിന്റെ കസേരയിൽ ഇസ്മായേലിനെ വലിച്ചു കയറ്റിയിട്ട് വാഗ്ദത്തം നിറവേറിയെന്നോ. ഇന്ന് ആരോടോ ദൈവാത്മാവ് വിളിച്ചു പറയുക, സമയമായി
വരുന്നതേയുള്ളൂ. ആമേൻ. അതിന് മുൻപേ ചില ഇസ്മായേലികളെ വലിച്ചു കയറ്റി വാഗ്ദത്തത്തെ നിറവേറ്റിയെന്ന് പറയാതെ കർത്താവ് പറഞ്ഞതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാത്ത ചില അനുഗ്രഹങ്ങൾ നീ കാണും. Come on. Rival hadara jalagadaga rakshaskamanagadaga vaishas proudibirigadaga ragalkamanagadaga se ദൈവാത്മാവ് ശക്തമായി ഇന്ന് പകൽ പറയുന്നു, ഇസ്മായേൽ അല്ല നിന്റെ വാഗ്ദത്തം. ഇസ്മായേൽ അല്ല നിന്റെ വാഗ്ദത്തം. ദൈവം പറഞ്ഞെടുത്ത നീ ഒന്നുകൊണ്ട് ഫില്ല് ചെയ്യണ്ട, നീ ഒന്നുകൊണ്ട് നിറയ്ക്കണ്ട. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇസ്മായേൽ വേണ്ട. ഗ്ലോറി, ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല, പറഞ്ഞു പോവുക. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇസ്മായേൽ വേണ്ട. സാറായി നീ അംഗീകരിച്ചു കാണും, അബ്രഹാമേ നീയും ഒരു സന്ദർഭത്തിൽ അംഗീകരിച്ചു കാണും. പക്ഷെ മേലെ ഇരുന്നിട്ട് സ്വർഗം പറയുക, ഞാൻ അംഗീകരിക്കത്തില്ല. ആ കസേരയിൽ ഇസ്മായേൽ കയറി ഇരുന്നാലും ഞാൻ അംഗീകരിക്കത്തില്ല. എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ 85-ാം വയസ്സിൽ അങ്ങോട്ട് പിടിച്ചു മേടിച്ചതാ. ഹാഗറിലൂടെ പിടിച്ചു മേടിച്ചു. 86 പുള്ളിക്ക് വലിയ സ്നേഹമായി ഇസ്മായേലിനെ. കാരണം നാണക്കേട് മാറിയല്ലോ. ഇനി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ തലമുറയില്ലെന്ന് പറഞ്ഞ് ആരും കളിയാക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞൊരു തലമുറയെ പിടിച്ചു മേടിച്ചതാ. തമ്പുരാൻ പറഞ്ഞു, ഇതൊന്നും അല്ലടാ വാഗ്ദത്തം. ഞാൻ പറഞ്ഞത് വരണമെങ്കിൽ ഇച്ചിരിയുടെ സമയം വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഇച്ചിരിയുടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സത്യം പറയാമല്ലോ, ഈ കൊച്ചിനെയും കളിപ്പിച്ച് ആമേൻ ഈ എബ്രഹാം ഇങ്ങനെ മുന്നോട്ട് പോവുക. വർഷങ്ങൾ കഴിഞ്ഞു. 85 വയസ്സ് കഴിഞ്ഞു, 90 വയസ്സായി, 95 പുള്ളി വിചാരിച്ചു ഇതൊക്കെ തന്നെ വാഗ്ദത്തം, ഇങ്ങനെ അങ്ങ് പോകാം. ആമേൻ. 95 98 വേറെ ഒരു പരിപാടിയും നടക്കുന്നില്ല. അങ്ങനെ അങ്ങ് സന്തോഷിച്ചങ്ങ് പോവുക. 99-ാം ദിവസമായപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ഹല്ലേലൂയ. ഈ ഗസ്റ്റ് വന്നപ്പോൾ പുള്ളി നിലം വരെ കുനിഞ്ഞ് പുള്ളിയെ തൊഴുതകത്ത് കയറ്റി ഇരുത്തി. മനസ്സിലായി ഗസ്റ്റ് ഇവിടെയുള്ള പുള്ളിയല്ല, ഗസ്റ്റ് മേലേന്ന് വന്നതാ. വാവ്. ഇന്ന് പകൽ നീ ചില വാഗ്ദത്തങ്ങളെ മറന്നാലും വാഗ്ദത്തത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ഗസ്റ്റ് വരും. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ സ്വീകരിക്കണം. ദൂതനെ തമ്പുരാൻ പറയും, ദൂതനോട് പറയും, നീ ഓർപ്പിക്ക, വാഗ്ദത്തത്തെ ഓർപ്പിക്ക. വാഗ്ദത്തത്തെ ഓർപ്പിക്കാൻ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് മാസ്റ്റർ വന്ന് ആമേൻ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആദ്യത്തെ ദൂത് 75 കേട്ട വാഗ്ദത്തം അടുത്ത വർഷം നിന്റെ കൈ വരും. ഇത് 75 കേട്ടപ്പോൾ എന്നാ ആമേനും കയ്യടിയായിരുന്നെന്ന് അറിയാമോ? ഇത് 99 കേട്ടപ്പോൾ പുള്ളി നിലം വരെ കുനിഞ്ഞിരുന്ന് ചിരിക്കുക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞില്ല. ചില സാഹചര്യങ്ങളിലാണെങ്കിൽ ദൂത് കേൾക്കുമ്പോൾ ഭയങ്കര കയ്യടിയും തുള്ളിച്ചാടി ആരാധിക്കും, പിടിച്ച് തലയിൽ വീണമെങ്കിൽ തലയിലും വയ്ക്കും. പിന്നെ സാഹചര്യം മോശമാണെങ്കിൽ ദൂതൊന്നും എൻ്റേതല്ല, ഇത് പുറകെ ഇരിക്കുന്ന ആളിൻ്റെ പോട്ടെ. ഒരു ഹല്ലേലൂയ പറ. ഞാൻ നിങ്ങളോട് പറയാം, ദൂതും വാഗ്ദത്വമൊക്കെ കേട്ടിട്ട് ചിരിച്ചുപോയ പലരും ഉണ്ട്. അവരുടെ ചിരിയെ ദൈവം ആനന്ദമാക്കിയിട്ടുണ്ട്. ഒരിക്കുന്നൊരു സഹോദരൻ പച്ചക്കട്ട കെട്ടി ആസ്പെക്ടോ ഷീറ്റിൻ്റെ അടിയിലിരുന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ വീട് വരുമെന്ന്. ഇങ്ങനെ ഇരുന്നൊരു ചിരിയാ. ഈ ചിരി ഇന്നത്തെ ചിരിക്ക് സൗന്ദര്യമുണ്ട്. ഹല്ലേലൂയ. പല വാഗ്ദത്തങ്ങളും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആമേൻ പറയും, സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൈയടിക്കും, സാഹചര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കും. പക്ഷെ 99 പറഞ്ഞപ്പോ എബ്രഹാം പറയുക, പറ്റത്തൊന്നുമില്ല, ഗസ്റ്റ് മാസ്റ്റർ എഴുതി പോ, ഇത് നടക്കുന്ന പരിപാടിയല്ല, ഇതിവിടെ നിർത്ത, കാരണം ഞാൻ വാർദ്ധക്യം പ്രാപിച്ചോ. അല്പവിശ്വാസം കൂടുതലുണ്ടെന്ന് പറഞ്ഞ സാറായി അകത്ത് തേലിടാൻ പോയിരിക്കുക. അപ്പോഴാ സിറ്റ് ഔട്ടിൽ ദൂത് പറയുന്നത്. പുള്ളിക്കാരത്തെ അടുക്കളയിൽ നിന്ന് കേട്ടു ദൂത്, അടുത്ത വർഷം 90 വയസ്സാകുന്ന സാറാ പ്രസവിക്കുമെന്ന്. പുള്ളിക്കാരത്തേക്കറിയാം പുള്ളിക്കാരത്തിയുടെ ശരീരം. പുള്ളി പറഞ്ഞു പതിവ് നിന്നുപോയി, ഞാനിനി പ്രസവിച്ച പോലെ തന്നെ. ബൈബിള് പറയുന്നു മറഞ്ഞു നിന്ന് അകത്തിരുന്ന് ചിരിച്ചു. ഒരു സ്ഥലത്ത് പുറത്തു നിന്ന് ഭർത്താവ് ചിരിക്കുന്നു, അകത്തു നിന്ന് ഭാര്യ ചിരിക്കുന്നു. ഇപ്പൊ ഗസ്റ്റ് മാസ്റ്റർ എന്നാ ചെയ്യും നിങ്ങൾ പറ?
വിശ്വസിക്കാൻ വയ്യ, എന്നാൽ നിങ്ങൾ പ്രാപിക്കില്ല. ഇതല്ലേ പറയൂ. നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് അവർക്ക് തമാശ, എന്നാ പിന്നെ വേണ്ട, അതെൻ്റെ കൂടെ ഇങ്ങ് വരട്ടെ. തമ്പുരാൻ ആ പരിപാടി ഇല്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, 25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞതാ. അവൻ വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഞാൻ വാക്ക് മാറത്തില്ല. നിന്റെ അവിശ്വാസം കൊണ്ടും ചില വാഗ്ദത്തങ്ങൾ വാക്കുമാറ്റാൻ ദൈവം കഴിവുള്ള ദൈവം തയ്യാറല്ല. നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ നിന്റെ അവിശ്വസ്തതയിലും ദൈവം ഇറങ്ങി വരികയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. അപ്പോൾ 99-ാമത്തെ വയസ്സിൽ വന്നിരുന്നപ്പോൾ പുള്ളിയോട് പറഞ്ഞു, നിനക്ക് തലമുറ തരാൻ പോവുക. പുള്ളി ആദ്യം നോക്കിയത് പുള്ളിയുടെ ശരീരമൊക്കെ നോക്കി, മസിലെല്ലാം പോയി. ആമേ, എല്ലാമേ പോച്ച്. ആമേ, തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് വാർദ്ധക്യം തന്നെ പിടിച്ചു തുടങ്ങി. വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി. ഏതായാലും ദൂതൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ആമേൻ തന്നില്ലേലും ശരി, ആമേൻ പറഞ്ഞില്ലേലും ശരി, അടുത്ത വർഷം അത് നടക്കും. കാരണം ഇത് എൻ്റെ കാര്യമല്ല, ഇത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഗ്ലോറി, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. വാസ്തവത്തിൽ ഞാൻ പറയാം, ഈ എബ്രഹാം എന്ത് ചെയ്തു? 100-ാമത്തെ വയസ്സ് നോക്കിയപ്പോൾ സാറ പ്രസവിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് കൈ കൊടുത്തു. കർത്താവ് പറഞ്ഞു, ആ കുഞ്ഞിന് ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം. ദൈവം പറഞ്ഞ പേര് എന്ത് ചെയ്തു? കൊച്ചിനെ ഇടയും ചെയ്തു, ഇസഹാക്ക്. ഇസഹാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലായി ഏശാവ് വെളിയിലായി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. വാഗ്ദത്വത്തിൽ വേറെ വല്ലതിനും പിടിച്ച് കയറ്റി വയ്ക്കാതെ അത് ഇരിക്കത്തില്ല. ഇസഹാക്കിന്റെ കസേര ഇസഹാക്കിന്. നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളോട് ദൈവം കൽപ്പിച്ച ചില വിഷയങ്ങളില്ലേ, അതിനെ നീയായിട്ട് വലിച്ചു കയറ്റി വല്ലതും കൊണ്ട് വയ്ക്കാതെ തമ്പുരാൻ പറയും, ഇറക്കി വിടേണ്ടി വരും. വലിച്ചു കയറ്റി കൈ കൊണ്ട് ഇറക്കി വിടേണ്ടി വരും. കാരണം അത് വാഗ്ദത്തത്തിന്റെ നിവർത്തിയല്ല. ഇസഹാക്ക് വരുന്നവരെ ഇശ്മായേലിന് സ്ഥാനമുള്ളൂ. ചിലതൊക്കെ താൽക്കാലികമായിരിക്കുക, ചിലതൊക്കെ അല്പനേരത്തേക്ക് വലിച്ചു കയറ്റി. പക്ഷെ ബൈബിൾ പറയുന്നു ഇസഹാക്ക് വരും. ഹല്ലേലൂയ, ഇസഹാക്ക് വരും. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി എൻ്റെ വിഷയം അതല്ല, ഞാൻ അതിലോട്ടൊന്ന് കയറി വരട്ടെ പെട്ടെന്ന്. ഇസഹാക്ക് വരും. ഇസഹാക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സാറാ പറഞ്ഞു, ചേട്ടാ ഇനി ഈ ആഗറിനെയും ഇസ്മായിലിനെയും കൂടെ എന്ത് ചെയ്യണം? പറഞ്ഞ് വിടണം. അബ്രഹാം പറഞ്ഞു, എങ്ങനെയടി പറഞ്ഞ് വിടും നമ്മൾ? എൻ്റെ മോനല്ലേ. ആമേൻ. പിന്നൊരു കാര്യം, സാറായി പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ആയി. ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പക്കഷ്ണവും എടുത്ത് ഹാഗറിനെയും കുഞ്ഞിനെയും പറഞ്ഞു വിട്ടു. എൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ പറയാം, നിയോഗം അതാണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാരണം വാഗ്ദത്തം ഇപ്പം വീട്ടിലെത്തിയുള്ളൂ. ഇതിനിടയ്ക്ക് കയറിയിരുന്ന ഇസ്മായേൽ എന്തു ആകട്ടെ, രക്തബന്ധം അബ്രഹാമോട്ട് കാണുമായിരിക്കും. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം, വാഗ്ദത്തം വന്നാൽ വഴി കിടക്കുന്ന ചിലതൊക്കെ വഴി മാറിക്കൊടുക്കേണ്ടി വരും. എന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഇസഹാക്ക് വന്നാൽ യോ ഇശ്മായേലേ, നിന്റെ കസേര പോകും. ഓ ഇസഹാക്ക് വന്നാൽ നിന്റെ ഇരിപ്പിടം തെറിക്കും. ഈ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിന് വാഗ്ദത്വം ലഭിച്ചു. ഇനി വാഗ്ദത്വം ലഭിച്ചു കഴിഞ്ഞപ്പോ അബ്രഹാമിന്റെ സ്വഭാവവും മാറി. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്വഭാവം കൂടെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം വന്നു. ചിലർ എങ്ങനെയാണ്, വാഗ്ദത്തം കിട്ടി കഴിയുമ്പോൾ സ്വഭാവമൊക്കെ അങ്ങ് മാറും. നല്ല സ്വഭാവമാണെങ്കിൽ കുഴപ്പമില്ല, വേണ്ടാത്ത സ്വഭാവത്തിലേക്ക് മാറരുത്. പുള്ളിക്കാരൻ എന്നാ പറഞ്ഞു, വാഗ്ദത്വമൊക്കെ കിട്ടി. ഇസഹാക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് നോക്കി, ഷേടാ പണ്ടത്തെ പോലത്തെ ആരാധനയൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.
ഇസഹാക്ക് വരുമ്പോൾ ആരാധന പോവരുത്. കാരണം ദൈവത്തിന് ഇഷ്ടം നീ വാഗ്ദത്തം പ്രാപിക്കുന്നത് മാത്രമല്ല, നിന്റെ ആരാധനയാണ്. നിനക്കിഷ്ടം നിന്റെ വാഗ്ദത്വമാണ്, ദൈവത്തിനിഷ്ടം നിന്റെ ആരാധനയാണ്. ഇന്ന് പകൽ, ഈ ഞായറാഴ്ചയുടെ പകൽ മറക്കരുത്. നിനക്കിഷ്ടം നിന്റെ വാഗ്ദത്വമാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം നിന്റെ ആരാധനയാ. ദൈവത്തിന് ഇഷ്ടം നിന്നിൽ നിന്ന് പുറത്തു വരുന്ന ദൈവ സ്നേഹമാ. ദൈവത്തിന് ഇഷ്ടം ആരാധനയാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ഇപ്പോഴും ചോദിക്കുക ആരാധന വേണമെന്ന്. അബ്രഹാമിനോട് ഇടയ്ക്കിടയ്ക്ക് ആരാധിച്ചുകൊണ്ടിരുന്നവരെ ആരാധന കുറയുമ്പോൾ ദൈവം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അബ്രഹാമിനെ അങ്ങോട്ട് വിളിക്കും, അബ്രഹാമേ ഇവിടെ ഉണ്ടോ നിന്റെ ആരാധന? എൻ്റെ പൊന്നു ദൈവമേ, കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞില്ല, ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കുക, അടുത്ത സൺഡേ ആവട്ടെ. നിങ്ങളെല്ലാം കൊച്ചിനെ കുളിപ്പിക്കുന്ന ഏർപ്പാടാണോ? നിങ്ങളെന്താ അല്ലല്ലോ പറയാതെ? ഹല്ലേലൂയ. ഇന്ന് കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞില്ല ദൈവം, അതുകൊണ്ട് അടുത്ത ആഴ്ച ആവട്ടെ. ദൈവം വിചാരിച്ചു ശരി, അവൻ അടുത്ത ആഴ്ച എന്നെ ആരാധിക്കുമായിരിക്കും. പിന്നെയും അങ്ങോട്ട് പോയി. ആമേൻ. 1.5 മാസം 2 മാസം കഴിഞ്ഞിട്ടും പുള്ളിയെ കാണാനില്ല. പുള്ളി ദശാംശത്തിൻ്റെ പേര് വെച്ച അബ്രഹാം ദശാംശം. ഓൾറെഡി ഉണ്ട് പുള്ളി, പക്ഷെ ആളെ കാണാനില്ല. കർത്താവിന് ആവശ്യം ദശാംശം അല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരാതിരിക്കരുത്. ഉള്ളവരും കൂടെ നിർത്തിക്കളയല്ലേ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ആമേൻ. കർത്താവിന് ആവശ്യം പേരും കവറും ദശാംശവും അല്ല, കർത്താവിന് ആവശ്യം നിന്റെ ആരാധനയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു 6 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 1 വർഷം 2 വയസ്സൊക്കെ ആയി, പിന്നെയും വിളിക്കുക, അബ്രഹാമേ എവിടെടാ നിന്റെ ആരാധന? അടുത്ത സൺഡേ നിശ്ചയമായിട്ട് ഞാൻ വരും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നു. സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വന്നതിനായി സ്വോത്രം. സത്യം പറയാമല്ലോ, ഒരു 10 കൊല്ലമായി പണ്ടെന്നെ ആരാധിച്ച ആരാധനയ്ക്കൊരു കൈ കണക്കില്ലെന്നേ. പുള്ളി ഇവിടുന്ന് തെറിച്ച് അങ്ങ് പോവുമായിരുന്നു. ഇപ്പം എന്നിട്ട് കൈ പോലും അനങ്ങുന്നില്ല. ഹല്ലേലൂയ. സ്വോത്രം. തീരെ കടുപ്പിക്കുന്നില്ല ഞാനത്, അല്ലേ? നല്ലത്. ആരാധന എവിടെ? ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് ഭയങ്കര സങ്കടമായി. എടാ, അവൻ ഇഷ്ടപ്പെട്ട വാഗ്ദത്വം ഞാൻ അവന് കൊടുത്തു. സാധ്യത ഇല്ലാതിരുന്ന സമയത്തും ഞാൻ അവന് കൈമാറി. പക്ഷെ എനിക്ക് അവനൊരു ആരാധന തരുന്നില്ല. ഇന്ന് പകലിൽ ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല, കൊടുക്കേണ്ട ആരാധന കൃത്യമായി ദൈവത്തിന് കൊടുക്കാൻ നീ റെഡിയാണെങ്കിൽ ദൈവം പ്രസാദിക്കാൻ പോവാ. ഓ ആരുടെയൊക്കെ ദൈവാത്മാ പറയുന്നു, കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കട്ടെ. Praise God. Hallelujah. വേറൊന്നും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല സിസ്റ്ററെ. ദൈവം ചോദിക്കുന്നത് ആരാധന എവിടെ? ആമേൻ. ആരാധന എവിടെ? ഇല്ല ബ്രദറെ, വേറൊന്നും വേണ്ട ദൈവത്തിന്. ആരാധന എവിടെ? 10-12 കൊല്ലമൊക്കെ ദൈവം സഹിച്ചു. അതിപ്പോൾ നമ്മൾ സഹിക്കില്ലേ? സഹിക്കും. 10-12 കൊല്ലമൊക്കെ ദൈവം സഹിച്ചിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. ആരെ? അബ്രഹാമിനെ. അപ്പോഴാണ് ദൈവത്തിന് കാര്യം പിടികിട്ടിയത്. എൻ്റെ ആരാധനയും എന്നോടുള്ള അവൻ്റെ സ്നേഹവും കവർന്നത് ഇസഹാക്ക. ഇസഹാക്കാണ് വാഗ്ദത്വം. അതാ പറഞ്ഞ, വാഗ്ദത്വം പ്രാപിച്ചു കഴിയുമ്പോൾ പലതിൻ്റെ സ്വഭാവം മാറും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ. നിങ്ങളുടെ അല്ല, വേറെ ആൾക്കാരുടെ. വാഗ്ദത്വം വന്നു കഴിഞ്ഞപ്പോൾ സ്വഭാവത്തിന് മാറ്റം. എന്നാ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞില്ലേ? അയ്യോ അയ്യേ, ഇത് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വച്ചിരുന്നല്ല സത്യത്തിൽ. ഇന്ന് വേറെ പ്രസംഗമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുക. രാവിലെ ഇത് തന്നെ അവിടെ കൊടുത്തു. അവർക്കും വലിയ സങ്കടമായി. എങ്കിലും ഭാഷ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവിടെ പറഞ്ഞ അത്രയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങളോട് വലിയ സ്നേഹമുള്ളതുകൊണ്ട്.
ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ആമേൻ. 12 കൊല്ലമായി അബ്രഹാമിനെ നോക്കിയിട്ട് എന്തില്ല? ആരാധനയില്ല. അവസാനം ഒരു വിളി വിളിച്ചു, എബ്രഹാമേ, ഇനി വിട്ടാ പറ്റത്തില്ല, നാളെ നീ ആരാധിക്കണം. ഇനി അബ്രഹാമിന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം. കാത്തിരുന്ന് തമ്പുരാൻ അടുത്ത് വെച്ച് പറഞ്ഞു, അടുത്ത സൺഡേ ഞാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ പറയും നീ ആരാധിക്കണം. ഉണ്ടോ? ഇന്ന് പകലിൽ സ്വർഗം നിന്നോട് പറയുക, നിന്റെ അവധി കഴിഞ്ഞു, ഇനി സ്വർഗം പറയും നീ ആരാധിക്കണം. ഇനി സ്വർഗം പറയും നീ ആരാധിക്കണം. Hallelujah. Praise God. Hallelujah. ദൈവമേ, ലൈവിൽ കൂടെ പറയുകയും ചെയ്തു. ഞാൻ അവിടെ പറഞ്ഞ അത്ര ഇവിടെയും പറയില്ലെന്ന് നിങ്ങളോട് ഇന്ന് കേൾക്കുകയും മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോൾ ഓണം തന്നെ. Hallelujah. ചിലരൊക്കെ ലൈവ് ശ്രദ്ധിക്കും. അവിടെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, ചുമ്മാ പറഞ്ഞതാണ്. Hallelujah. അങ്ങോട്ട് വാ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എടാ നീ പറഞ്ഞ അവധി വെക്കുമ്പോൾ അടുത്ത സൺഡേ അത് നീ മനസ്സിൽ വെച്ചരാ, നാളെ ഇറങ്ങണം. ഇറങ്ങിയിട്ട് നീയും നിന്റെ ഇസഹാക്കിനെയും കൊണ്ട് എന്നാ പറഞ്ഞ, നീ സ്നേഹിക്കുന്ന ഇസഹാക്ക്. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇസ്മായേൽ വന്നപ്പോൾ സ്നേഹത്തിന് കുറവൊന്നുമില്ലായിരുന്നു, എങ്കിൽ ദൈവം നേരത്തെ വിളിക്കുമായിരുന്നു. പക്ഷെ എപ്പോഴാണ് ഇസഹാക്ക് വന്നത്, സ്നേഹം കുറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു, ഇസഹാക്ക് വന്നപ്പോഴാണോ സ്നേഹം കുറഞ്ഞേ? ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ വീട്ടിൽ ഇസഹാക്കൊന്നും വന്നില്ലല്ലോ മാസ്റ്റർ. മനസ്സിലാക്കി തരാം. ഇസഹാക്ക് എന്ന് പറയുന്ന സാധനം എന്നതാ? അബ്രഹാമിന് തൻ്റെ പൊന്നോമന പുത്രനാണ്. നമുക്ക് ചില ഇസഹാക്കുകളുണ്ട്. ദൈവവുമായിട്ടുള്ള സ്നേഹത്തെ കവർന്നെടുക്കുന്ന ചില ഇസഹാക്ക്. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ മാത്രമേ ഓന്ന് പറയാം, അവരൊന്നും പറയില്ല. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഉണ്ടോ ബ്രദറെ? ഓന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കാം, അതായിരിക്കും നല്ലത്. ആമേൻ. നിന്റെ ദൈവസ്നേഹത്തെ കവരുന്ന ഇസഹാക്കാരാ. അതൊന്ന് പഠിക്കണം. ഒരൊറ്റ മിനിറ്റ് മതി. വെയിലാറിയപ്പോ തോട്ടത്തിൽ വരവുണ്ടായിരുന്നു ദൈവത്തിന് പതിവായി. നിന്റെ വീട്ടിലും വരും. എപ്പോഴാ? വെയിലാറുമ്പോ. അതിൻ്റെ അർത്ഥം സന്ധ്യാസമയം. തമ്പുരാൻ അങ്ങോട്ട് വരുമ്പോ കാണുന്ന കാഴ്ച ഒന്നും പറയണ്ട. ചിലരുടെ ഇസഹാക്ക് സീരിയലാ. അയ്യോ സിസ്റ്റർ, നിങ്ങൾക്കായി സ്തോത്രം. ചിലർക്കത് പിടിക്കുന്നില്ല. ചിലരുടെ ഇസഹാക്ക് സീരിയലാ. ദൈവത്തോടുള്ള സ്നേഹത്തെ കവർന്നെടുക്കുന്ന ഇസഹാക്കുമാർ ഇന്ന് പകൽ ദൈവം വിളിക്കുക, കൊണ്ടുവാ. ചുടവന ഘടക റിഗംധന റീവക്ഷമന ഘടകസി വൈശസ് പ്രൗഢി ബിരിഘടക ശന്തൽ ഖമന ഘടകസി. ചില ഇസഹാക്കുമാരെ ദൈവം ചോദിക്കുക. ടി വി ഇല്ല എന്ന് പറഞ്ഞ് കുതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ടി വി കിട്ടി. അതാണ് ഇസഹാക്ക്. ടി വി കിട്ടി കഴിഞ്ഞപ്പോൾ സ്നേഹം മുഴുവൻ ഇവിടെ പോയി. അത് പോഞ്ഞു പോവാതിരുന്നാൽ കൊള്ളാം. ദൈവമേ, ഒരു ടി വി ഈ ആഴ്ച പോയല്ലേ. ഹല്ലേലൂയ. രാഗല്ലേ, എന്നെ രാഗല്ലേ. സ്തോത്രം. എൻ്റെ വീട്ടിൽ നിന്ന് ടി വി കൂടെ ഞാൻ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ട്. അതിന് അവിടുത്തെ പള്ളിയേക്കും എടുത്ത് വയ്ക്കാൻ വേണമെങ്കിൽ. കരങ്ങൾ എടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. നീ പ്രാർത്ഥിച്ച വാഗ്ദത്തം നിന്റെ കൈ കിട്ടി. വാഗ്ദത്തത്തെ തമ്പുരാൻ തിരിച്ചു ചോദിച്ചാൽ വിഷമം വരുമോ? വരും. ടി വി അടിച്ചു പോയപ്പോൾ എന്തുമാത്രം വിഷമിച്ചു നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ചിലരുടെ ഇസഹാക്ക് സിനിമയാ. 2.5 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ 2.5 മണിക്കൂർ സിനിമയാ. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ ഇസഹാക്ക് ഈ പറഞ്ഞ പോലെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഒന്നുമില്ല.
ചിലരുടെ ഇസഹാക്ക് ഭർത്താവാ ഉണ്ടോ? ഭർത്താവാണ് എൻ്റെ ദൈവം. അങ്ങനെ പറയില്ല ദൈവം ഇത്. അതൊക്കെ പണ്ട്. ഇപ്പോൾ ദൈവമാണ് ഇതിൻ്റെ ദൈവം. യേശുവാണ് എൻ്റെ കർത്താവ്. ചിലരുടെ ഇസഹാക്കുമാർ ഭാര്യയെ ദൈവത്തിൻ്റെ സ്നേഹത്തെ കവർന്നെടുത്ത ഇസഹാക്കുമാർ ബ്രദർമാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ഹോമയാഗം കഴിക്കണം. അതും കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. കേട്ടാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? നന്നാവണം. ഹല്ലേലൂയ. 21 വർഷം നിൽക്കുന്നതിൻ്റെ ഗുണമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ. ഈ മെസ്സേജ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞില്ല ഈ മെസ്സേജ് ആവത്തില്ല. ഇല്ലെങ്കിൽ പണ്ടത്തെ മെസ്സേജ് ആയിപ്പോകും. ഇത് പുതിയ മെസ്സേജാണ്. ചിലരുടെ മെസ്സേജ് നിങ്ങളുടെ കുടുംബമാണ്. മെസ്സേജ് അല്ലല്ലോ. ഇസഹാക്ക് തെറ്റിപ്പോയി. എല്ലാം മൊത്തം ബ്ലാങ്കാ. പോട്ടെ. ചിലരുടെ ഇസഹാക്ക് നിങ്ങളുടെ കുടുംബമാണ്. ചിലരുടെ ഇസഹാക്ക് കൂട്ടുകാരാ. കൂട്ടുകാരെന്ന് പറഞ്ഞ ചങ്ക്. നിന്റെ കസേരയിൽ കൈയിരിക്കൂല, അപ്പുറത്തെ കസേരയിൽ നീളും. ചങ്ക്. ചങ്ക് മുറിച്ചു കൊടുക്കുന്ന കൂട്ടുകാർ. ശരിയല്ലേ? ഹല്ലേലൂയ. കൊല്ലാനും തല്ലാനും ഒക്കെ കൂടെ കാണും. ചിലരുടെ ഇസഹാക്ക് അതാ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വേണ്ട, കൂട്ടുകാരെ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ ഇസഹാക്ക് ആരാ? നീ ചിലതിൻ്റെ ഇസഹാക്ക് പറയണോ? ഞാൻ മൊബൈലാ. ഹല്ലേലൂയ പറഞ്ഞില്ല. 2-3 ഹല്ലേലൂയ കേട്ടെ. നിങ്ങളൊക്കെ കീപാഡ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്തോ കർത്താവിൻ്റെ സ്നേഹത്തെ കവർന്നെടുക്കുന്ന ഇസഹാക്കിനെ കൊണ്ടുവരാനാ ദൈവം പറഞ്ഞ്. കർത്താവ് തിരിച്ച് ചോദിക്കും. ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. തന്നവന് ചോദിക്കാൻ അധികാരമുണ്ട്. ശിവ ബ്രദറെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എല്ലാവരോടായി പറയുവാണ്, അവൻ തന്നെങ്കിൽ അവൻ അതോറിറ്റി ഉണ്ട് തിരിച്ചു ചോദിക്കാൻ. അവൻ ചോദിച്ചാൽ അവൻ എടുക്കും. യേശുവിന്റെ നാമത്താൽ ജയം. ഞാൻ ആ ഭാഗം വായിക്കുമ്പോ കർത്താവ് എന്നോട് സംസാരിച്ച വാക്കുകൾ ഇതൊക്കെയാ. നമ്മിലുണ്ട് ചില ഇസഹാക്കുകൾ. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മിൽ നിന്ന് കവർന്നെടുത്ത ചില ഇസഹാക്ക്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ 2.5 മണിക്കൂർ പ്രാർത്ഥിച്ച് നീ ഇപ്പൊ 2.5 മണിക്കൂർ മൊത്തം സിനിമയുടെ പുറകില. ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തെ കവർന്നെടുത്ത ഇസഹാക്കിനെ ഇന്ന് യാഗപീഠത്തിൽ കൊണ്ടുവാ. കൊണ്ടുവന്നേ പറ്റൂ. നന്നാവാൻ മനസ്സുണ്ടാക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ. ചിലരുടെ ഇസഹാക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഇത് ജീവനാ. ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എല്ലാം പോச்சு. അറിഞ്ഞിടാത്തവർ ചുമ്മാ ഇരിക്കുന്നത് നമുക്ക് അറിഞ്ഞിട. ഭാഷ അറിയാന്നുള്ളവരും പറയില്ല ഇത് നമ്മളെ കുറിച്ചാ. അപ്പൊ ഞാൻ അറിയില്ല ഇൻസ്റ്റാഗ്രാം എന്തരാണെന്ന്. അതുകൊണ്ടാ പറഞ്ഞേ. ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് വെച്ചാൽ ഭാഷ എത്ര ഗ്രാമെന്ന് ചോദിക്കും തിരിച്ച്. പോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അതല്ല ഞാൻ പറഞ്ഞു, അറിഞ്ഞിടാത്തവരും മിണ്ടാതിരിക്കുന്നത്. പാസ്റ്റർ എന്ത് ദൂതാണോ? ദൂതല്ല ഇത്. ഇവിടുത്തെ ചില ഇസഹാക്കുമാരെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. വല്ലവും പിടിച്ചു കയറ്റി തല്ലി വെക്കല്ലേ. കർത്താവ് നിന്നോട് ചോദിക്കും. പറ്റിയില്ലെങ്കിൽ തമ്പുരാൻ പറയും കൊണ്ടുവാ ഇസഹാക്കിനെന്ന് പറയും. നിവർത്തിയില്ലാതാകും കൊണ്ടുവരാതിരിക്കാൻ. ഹല്ലേലൂയ. ഇനി ഇതിനപ്പുറം ഞാൻ പൊളിക്കുന്നില്ല. പൊളിക്കണോ സിസ്റ്റർ? ഇനി എന്ത് പൊളിക്കും? എല്ലാം പൊളിച്ചില്ല. ഒരു ഹല്ലേലൂയോട് പറഞ്ഞേ. കുഴപ്പമില്ല. ഇസഹാക്കിനെ മച്ചോണ്ട് നീ ഇരുന്ന കർത്താവിൻ്റെ സ്നേഹം കുറയും. ഹല്ലേലൂയ. മോള് സുഖമായിരിക്കുന്നോ? എത്ര ദിവസമായി പ്രസവിച്ചിട്ട്?
2 ആഴ്ചയായോ 3 ആഴ്ചയോ 2 ആഴ്ച സമ്മതിച്ചു. നിങ്ങൾ മോൾ പ്രസവിച്ച് വീട്ടിൽ കിടക്കുക, അവർ ചർച്ചിൽ മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. ആമേൻ. ദൈവസ്നേഹം ഇപ്പോഴാണ് മനസ്സിലാവുന്നേ. ചിലരെ സംബന്ധിച്ച് ഇനി 3 മാസം കഴിഞ്ഞ് ടാറ്റ പാസ്റ്റർ, ഞാൻ 3 മാസം കഴിഞ്ഞ് വരുള്ളൂ, മോളെ വിട്ടിട്ടേ ഞാൻ വരൂ. ആമേൻ. ഇന്ന് നിങ്ങൾ എന്നോട് പിണങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു പാവമാണ്, ദയവേത് എന്നെ വിട്ടേക്ക്. ഹല്ലേലൂയ. ഞാൻ തീരായി ഇസ്ഹാക്കിനെ ഇപ്പം നമ്മൾ കത്തിച്ചങ്ങ് തീർക്കും. ചുമ്മാ അല്ല, സമയമായി. പോട്ടെ. കർത്താവ് എബ്രഹാമിനോട് പറഞ്ഞ എന്നാ, എൻ്റെ സ്നേഹത്തെ 10-15 കൊല്ലമായി ആമേൻ കവർന്നെടുത്തിരിക്കുന്ന ഇസഹാക്കിനെയും കൊണ്ടുപോവാ. ഇനി അബ്രഹാമിൻ്റെ ചോദ്യം, ആ ചോദ്യം കൂടെ പറയാം, കാരണം അങ്ങനെയുള്ള ആൾക്കാരോട് ഉണ്ട്. അതുകൊണ്ടാണ്. എൻ്റെ പൊന്നു ദൈവമേ, 75-ലൊക്കെ ഞാൻ ആരാധിച്ചു. ഇപ്പം എനിക്ക് വയസ്സ് 115. എത്രയായി? ബൈബിളിൽ അങ്ങനെ കൃത്യരേഖയില്ല, ഏകദേശം കണക്ക് വെച്ച് ഞാൻ പറയുവാണ്. 100-ാമത്തെ വയസ്സിലല്ലേ കൊച്ചിനെ കിട്ടുന്നത്. പിന്നെ ഒരു 10-15 വയസ്സൂടെ പുള്ളി വളർത്തി, ഏകദേശം ഒരു 115 വയസ്സായെന്ന് കരുതുക. ഇപ്പോഴും ദൈവം ചോദിക്കുന്നുണ്ട്, ആരാധന എവിടെ? നമ്മളെന്താ ദൈവത്തോട് പറയുന്നത്? കർത്താവ്, ഇനി ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങാൻ സമയമായി, ഇനി എന്നെ കൊണ്ട് വയ്യ, എന്നെ കൊണ്ടിനി പറ്റുന്നില്ല. നല്ല ആൺപിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, ആരാധിക്കട്ടെ. നല്ല പെൺപിള്ളേരുണ്ട്, ആരാധിക്കട്ടെ. നമ്മളൊക്കെ വയസ്സായില്ലേ? പക്ഷെ കർത്താവ് പറയും, എടാ, അവരുടെ സ്നേഹം പോലെയല്ല നിന്റെ സ്നേഹം. നിന്റെ സ്നേഹം ഒരു വെറൈറ്റിയാ. നിന്റെ ദൈവസ്നേഹം വ്യത്യസ്തമാ. നിന്റെ ദൈവസ്നേഹം ഈ ജനറേഷനെ പോലെയല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രായമല്ല വിഷയം, നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. നിന്റെ സ്നേഹം എനിക്ക് വേണം. അപ്പൊ ചോദിക്കും, പാസ്റ്റർ എന്ത് കണ്ടിട്ടായി പറഞ്ഞേ? അബ്രഹാം നമ്മളെ പോലെയല്ലേ? ഞാൻ പറയും, ആണ്. വേറെ ചെറുപ്പക്കാരുണ്ടല്ലോ ആരാധിക്കാനും സ്നേഹിക്കാനും, ആരാധിച്ചോട്ടെ എന്ന് അബ്രഹാം പറഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞു, എടാ, 50 പേരിരുന്നാലും നിന്റെ സ്നേഹത്തോളം വരികയില്ലടാ. കാരണം നിന്റെ സ്നേഹം എൻ്റെ മനം കവർന്ന സ്നേഹമാ. ഇതിനകത്തും ദൈവ സ്നേഹം അനുഭവിക്കുന്നവരോട് സ്വർഗം പറയുന്നു, നീ മറ്റുള്ളവരെ പോലെയല്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം, സ്വർഗത്തിന്റെ ഹൃദയം കീഴടക്കിയ സ്നേഹം. കൊടുക്കട്ടെ ആരാധന ദൈവത്തിന്. ഇന്ന് പകല് ഹൃദയംഗമായി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ചുടവല ഘടക രക്ഷസ്പ്രൗഢ റീവ ശമനം ചാലം തേരെ റീവ ലാഭ ശന്തൽ കമന റീവല പ്രൗഢവ രാധുരി വൈഡ് റീവ ശമനവ രഗതന ഘടക അൽക്ക പ്രൗഢ റീവ ശമന. പ്രായമേറിയെന്ന് പറഞ്ഞ നിന്നെ വിടാൻ ദൈവത്തിന് ഇഷ്ടമില്ല. യെസ് 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 റഖബലബശെ റീബാന ഷെകേറിയംതന റീബൽ കമനഘടക ശന്തൽ കമനഘടകസെ. പ്രായം കേറിയെന്ന് പറഞ്ഞ നിന്നെ കളയാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചു, ഈ 115 വയസ്സുകാരന്റെ സ്നേഹത്തെക്കാൾ ചുണക്കുട്ടന്മാര് വേറെ ഉണ്ടല്ലോ. 20, 30, 40 നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. അവരുടെ സ്നേഹം ചങ്കു പറിച്ചു തരില്ലേ? കർത്താവ് പറഞ്ഞു, ചിലർക്ക് പറച്ചിലേ ഉള്ളൂടാ. ഇവൻ അങ്ങനല്ല, എബ്രഹാം അങ്ങനല്ല. ഞാൻ ചോദിച്ചു, എന്നാ കർത്താവേ? കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്കറിയോ, ഒരിക്കൽ അബ്രഹാം കുഞ്ഞുങ്ങളില്ലാതെ നടക്കുന്ന സമയം തൻ്റെ ഭാര്യയുമായി ഒരു സ്ഥലത്തൂടെ ഞാൻ പറഞ്ഞതിനെ വാഗ്ദത്തത്തിന് ലക്ഷ്യം വെച്ച് നടക്കുക.
അബ്രഹാമിൻ്റെ ഭാര്യ സുന്ദരിയായിരുന്നു. ആ നാട്ടിലെ രാജാവിന് അവളെ കണ്ട് ബോധിച്ചു. അബ്രഹാമിനെ വിളിച്ചോ, ആരാ ഇത്? പുള്ളി ഒരു ചെറിയ കള്ളം പറഞ്ഞു. തൻ്റെ ജീവനെ പേടിച്ചിട്ട് ഇതെൻ്റെ പെങ്ങളാന്ന് കേട്ടപ്പോൾ രാജാവ് ഇവളെ പിടിച്ചോണ്ട് പോയി, തൻ്റെ അരമനയിൽ പാർപ്പിച്ചു. ആമേൻ. കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. നിസ്സഹായനായ അബ്രഹാം തെരുവില, തൻ്റെ കൊച്ചു കൂടാരത്തിൽ. ഓർക്കണേ, അന്ന് രാത്രി രാജകൊട്ടാരത്തിൽ ദൈവം ഇറങ്ങി രാജാവിൻ്റെ മുറിക്കകത്ത് വന്നിട്ട് പറഞ്ഞു, നീ ആരെയാടാ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നേ? അന്നേരം പറഞ്ഞ അബ്രഹാമിൻ്റെ പെങ്ങളാ. ദൈവം അവനോട് പറഞ്ഞു, അത് പെങ്ങളല്ല, അവന്റെ ഭാര്യ. തൊട്ടുപോകരുത്, തിരിച്ചുകൊട. നീ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ ദൈവത്തിന് അറിയാം. ഓ ഇന്ന് പകൽ അറിയാത്തവർ അറിഞ്ഞോണേ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എബ്രഹാമിന് സംഭവിച്ചു. ഒരു രാത്രി തന്റെ ഭാര്യ തന്നെ നകന്നു. തൊടാൻ ദൈവം അനുവദിച്ചില്ല. അടുത്ത പകലിൽ ഉറക്കം നഷ്ടപ്പെട്ട രാജാവ് എബ്രഹാമിനെ വിളിപ്പിച്ചു. നീ എന്നാ എന്നോട് കളവ് പറഞ്ഞേ? അബ്രഹാം പറഞ്ഞു, എന്നെ നീ കൊന്നെന്റെ ഭാര്യയെ അവൻ സ്വീകരിച്ചാലോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചാകാൻ പേടിയുള്ളോണ്ടാ. ഞാൻ ഇടയ്ക്കെപ്പോഴും പ്രസംഗിച്ചില്ലേ, ഊരിയാവിനെ കൊന്ന ദാവീദ്. അങ്ങനെയുള്ളവരുണ്ട്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞടാ, അവന്റെ യൗവനത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ അവൻ്റെ ഭാര്യ ഒരു ദിവസം മിസ്സായെങ്കിലും പിറ്റേ ദിവസവും അവൻ പറഞ്ഞില്ല, ദൈവമേ ഈ പരിപാടി വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. ഇതാണ് അബ്രഹാമിൻ്റെ സ്നേഹം. നഷ്ടങ്ങൾ കൺമുൻപിൽ സംഭവിച്ചിട്ടും അവൻ ദൈവത്തെ വിടാതെ 100-ാമത്തെ വയസ്സിലും ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ ഇതുവരെ സ്വർഗം പറയുന്നേ 20-ന്റെയും 30-ന്റെയും സ്നേഹം അല്ലടാ, 115 ആണെങ്കിലും എബ്രഹാമേ നിന്റെ സ്നേഹം പ്യുവറാ. ഓ യെസ് 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 യെസ്. ദൈവ സ്നേഹം നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമം ചുമ്മാതല്ല ദൈവം പറഞ്ഞ്, അവരെ പോലല്ല നിന്റെ സ്നേഹം. നഷ്ടം വന്നിട്ടും കുടുംബത്തിനകത്ത് പലതും നഷ്ടം വരുമെന്ന സാഹചര്യം എത്തിയിട്ടും എന്നെ തള്ളാതെ എൻ്റെ കൂടെ നിന്നെങ്കിൽ ഞാൻ പിന്നെ ആരെയാ സ്നേഹിക്കാണ്ട്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇയ്യോബിനെ പോലെ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ചിലതിനെ ദൈവം സ്നേഹിക്കുക. നിന്നെ തൊടുകയാ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ. ഇതല്ലാതൊരു സ്നേഹമില്ലെന്ന് ഇന്ന് പകൽ നിന്റെ സ്നേഹം റിയലാണെന്നും അത് പ്യുവറാണെന്നും സ്വർഗം കണ്ടിരിക്കുന്നത് കൊണ്ടാ. വയസ്സ് എന്നിട്ടും വൃദ്ധനായിട്ടും എവിടെ നിന്റെ സ്നേഹമെന്ന് ചോദിക്കുന്നത്? ഓ, നീ വേറെ ആരെയും സ്നേഹിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. ആരാ നിന്റെ ഇസഹാക്ക്? 10-15 വർഷം ദൈവം വെയിറ്റ് ചെയ്തു. എന്നിട്ട് തമ്പുരാൻ പറയെ, കൊണ്ടുപോട ഇസഹാക്കിന്, എനിക്ക് ഇനിയും ആവശ്യം നിന്റെ സ്നേഹമാണ്. ഇപ്പോഴും ദൈവം വെയിറ്റ് ചെയ്യുക. 2024 ഓഗസ്റ്റ് മാസത്തിന് ദൈവം വെയിറ്റ് ചെയ്യുന്നു. സിസ്റ്ററെ, നിങ്ങളുടെ സ്നേഹം ദൈവത്തിന് വേണം. ബ്രദറെ, നിങ്ങളുടെ സ്നേഹം ദൈവത്തിന് വേണ്ട. അവൻ സഹോദരന്മാരെ, സഹോദരിമാരെ, യൗവനക്കാരെ, നിങ്ങളുടെ സ്നേഹം ദൈവത്തിന് വേണം.
ജീസസ്. സ്നേഹം കുറയുമ്പോൾ ഇസ്ഹാക്കിനെ തിരിച്ചു ചോദിക്കും ദൈവം. തിരിച്ചെന്തിനാ ചോദിക്കുന്നേ? എന്ത് ചെയ്യാനാ പറഞ്ഞേ? എന്ത് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു? ഹോമയാഗം. എന്താണ് ഹോമയാഗം? ഹല്ലേലൂയ. അതോട് പറഞ്ഞാലേ ഇസ്ഹാക്കിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താണ് ഹോമയാഗം? ലേവ്യ പുസ്തകത്തിലേക്കൊന്ന് വാ. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. ഇത് പറഞ്ഞിട്ട് ഇസ്ഹാക്കിനെ എടുത്ത് അതിനകത്തിടണം. ലേവ്യ പുസ്തകം 6:9. നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കണം, ഹോമയാഗത്തിൻ്റെ പ്രമാണം ആവിത്. ഹോമയാഗം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ രാത്രി മുഴുവനും ഉഷസ്സു വരെ യാഗപീഠത്തിൻ്റെ മേലുള്ള വിറകിൻ്റെ മേലിരിക്കണം. യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. ഒന്ന് മനസ്സിലായാലും എനിക്കറിയാം. ഞാൻ അതിനെ ഗ്രഹിപ്പിച്ചു തരാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒട്ടും വയ്യ പ്രസംഗിക്കാനെങ്കിലും ഈ സബ്ജക്റ്റ് വന്നുകൊണ്ട് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു വാക്യം കൂടെ ഉള്ളൂ, ഒരു 5 minutes. ഇസ്ഹാക്കിന് എന്ത് ചെയ്യണം? ഇതാണ് ദൈവം അവനോട് പറഞ്ഞ കാര്യം. ഹോമയാഗം കഴിക്കണം. എന്താണ് ഹോമയാഗം? വായിച്ച വാക്യത്തിനകത്ത് പറഞ്ഞു, ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ്സു വരെ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ അല്ലേ? സന്ധ്യയാകുന്നത് വൈകുന്നേരം 6 മണിക്കാണെങ്കിൽ പ്രഭാതമാകുന്നത് രാവിലെ 6 മണിക്ക്. ഇതാണ് സന്ധ്യ മുതൽ ഉഷസ്സു വരെയുള്ള സമയം. ഈ സമയം അത്രയും എന്ത് ചെയ്യണം? യാഗപീഠത്തിൻ്റെ മേലുള്ള വിറകിന്മേൽ ഇരിക്കണം. ആരിരിക്കണം? യാഗവസ്തു. ഒരു ഹല്ലേലൂയ പറ. ആരിരിക്കണം? എന്താണ് യാഗവസ്തു? എന്തുകൊണ്ടുവരണം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞേ? പറ. ഇസഹാക്ക്. ഇസഹാക്ക് എന്ന് മാത്രം പറയാം. നീ സ്നേഹിക്കുന്ന ഇസഹാക്ക്. ശ്രദ്ധിക്കുക, നീ സ്നേഹിക്കുന്ന ഇസഹാക്ക് എവിടെ കൊണ്ടുവരാൻ പറഞ്ഞു? യാഗപീഠത്തിൽ. എവിടെ വെക്കണം? സൈഡിലല്ല, വലത്തും ഇടത്തും ഒന്നുമല്ല, വിറകടിക്ക് വിറകിന്റെ മേലെ തീ കൊളുത്തുന്ന സ്ഥലം. ഹല്ലേലൂയ. ദൂതിങ്ങനെ കയറി വരുന്നുണ്ട്. പകുതി വഴിക്ക് അടച്ച 2 പേരുണ്ട്, ഒഫ്നിയേലും ഫീനഹാസും. വായിച്ചിട്ടുണ്ടോ? പോകുന്നില്ല ഞാൻ അങ്ങോട്ട്. ഒഫ്നിയേലും ഫീനഹാസും പകുതി വഴിക്ക് യാഗം അണച്ചു. തമ്പുരാൻ അവരുടെ ജീവിതത്തെ പകുതിയിൽ അണച്ചു കളഞ്ഞു. അതുകൊണ്ട് പകുതിയിൽ അണയ്ക്കാന്ന് വിചാരിക്കേണ്ട. സ്വർഗം പറയുന്നു ഉഷസ്സു വരെ കത്തണം. കത്തേണ്ടതുപോലെ കത്തിയാൽ ഇസഹാക്കിനി വരില്ല. യാഗവസ്തു ജീവനുള്ളതാണ്. ശ്രദ്ധിക്കുക, വിറകിന് ജീവനില്ല, തീക്കും ജീവനില്ല, കത്തിക്കും ജീവനില്ല, കല്ലിനും ജീവനില്ല. ഇതിന്റെ മുകളിലിരിക്കുന്ന ഒരു വസ്തു, യാഗമൃഗം, അതിന് ജീവനുണ്ട്. നിന്റെ ദൈവസ്നേഹത്തെ കവർന്നെടുത്ത ജീവനുള്ള ചിലതുണ്ട്. ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചിലതുണ്ട്. കർത്താവ് പറയുന്ന കൊണ്ടുവന്ന് കത്തുന്ന തീയിൽ വയ്ക്ക. ഒരു രാത്രി മുഴുവനും കത്തിച്ചാൽ പിന്നെ ഇസഹാക്ക് മല വിട്ടിറങ്ങത്തില്ല. ഇന്ന് ചില ഇസഹാക്കുമാരെ കത്തിക്കേണ്ടതുപോലെ കത്തിക്കാമെങ്കിൽ നിന്റെ ദൈവസ്നേഹം തിരിച്ചു വരും. നിന്റെ ദൈവസ്നേഹം തിരിച്ചു വരണം. സ്വർഗം നിന്നോട് പറയുന്നു, യാഗപീഠത്തിൽ കത്തേണ്ടതിന് കത്തട്ടെ. ഇതിനകത്തും ആരോടൊക്കെ സ്വർഗം പറയുന്നു, യാഗപീഠത്തിന്മേൽ ഇടേണ്ട യാഗവസ്തു നീ സ്നേഹിക്കുന്നതെന്തോ അത്. അസാധ്യമായൊരു കാര്യമാണ് ദൈവം ചോദിച്ചത്.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ നിങ്ങൾ അധികം സ്നേഹിക്കുന്ന, അധികം കെയർ കൊടുക്കുന്ന ഒരു കാര്യത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പറയും അത് മാത്രം ചോദിക്കരുതേ പാസ്റ്ററെ, ബാക്കി എന്തും ചോദിച്ചോ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ആമേൻ. അത് മാത്രം എന്ത് ചെയ്യരുത്, അതാണ് നീ സ്നേഹിക്കുന്ന സാധനം. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ പ്രസംഗം കിട്ടത്തില്ല. ചില ദിവസങ്ങളെല്ലാം ഫയർ മാത്രമായിരിക്കും. ചെറിയ മെസ്സേജ് കിട്ടുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നായപ്പോൾ വയ്യാതിരുന്നിട്ട് പറയാനൊരു മൂഡ് തോന്നിയുണ്ട്, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. കർത്താവ് ചോദിക്കുക, ഇസഹാക്ക് നീ സ്നേഹിക്കുന്നതിന് വേണം എനിക്ക് കൊണ്ടുവരാൻ. നമ്മൾ പറയും അതുമാത്രം ചോദിക്കരുത്, വേറെ എന്തും തരാം. തമ്പുരാൻ അത് വേണ്ട, നീ തരത്തില്ലെന്ന് പറയുന്നതിന് ദൈവത്തിന് വേണം. ദൈവത്തോടുള്ള സ്നേഹത്തെ കവർന്നെടുക്കുന്ന എന്തുമാകട്ടെ അതിനെ തീക്കകത്തിട. ഇന്ന് ദൈവം ആരോടൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഏതോ ഇസഹാക്കുമാർ ദൈവസ്നേഹത്തിന്റെ സ്ഥാനം കവർന്നിരിക്കുക. ചിലതിനെ ഹോമയാഗത്തിൽ വെച്ച് തീ കത്തിക്കുക. അത് കത്തിക്കഴിഞ്ഞാൽ ചാരമാണ്, പിന്നെ അബ്രഹാമിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് പകലിൽ ദൈവസ്നേഹത്തിലേക്ക് കയറി വാ. എഴുന്നേക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ചില മിനിറ്റുകൾ ദൈവത്തോടൊന്ന് പറയണം, കർത്താവേ ഞാൻ ആ ഇസഹാക്കിനെടുത്ത് തീയിലിടുക. നിങ്ങൾക്ക് ഈ വചനം മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എവിടോ 1-2 ഇസഹാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ പറ, യേശുവേ അങ്ങയ്ക്ക് തരേണ്ട സ്നേഹത്തെ കവരുന്ന എല്ലാം ഞാൻ ഇന്ന് തീക്കകത്തിടുക. പറയാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അതൊരു കുറച്ചിലല്ല. ദൈവം തിരിച്ചു വിളിച്ചാൽ പിന്നെ ഭയങ്കര സങ്കടമായി പോകും നമുക്ക്. പക്ഷേ ഇന്ന് പകൽ ദൈവം ചോദിക്കുന്നതിന് മുൻപ് ദൈവത്തോട് പറപ്പാ, ആ ഇസഹാക്കിനെ ഞാൻ ആ യാഗപീഠത്തിലിട്ട് കത്തിക്കാൻ പോവാ. സാഹചര്യം ഒന്നും അനുകൂലമല്ല, പക്ഷെ ഞാൻ അതിനെ കളയാൻ പോവാ. ഇല്ലാതിരുന്ന് കിട്ടിയതാ. ഒരു ഇശ്മായേൽ വീട്ടിലുണ്ടായിരുന്ന അവനെയും പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ ഇവനെയും കൂടെ കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനാ? ഇല്ല, ചോദിച്ചില്ല അബ്രഹാം ദൈവത്തോട്. ദൈവമേ, യാഗപീഠം പണിത വിറകടുക്കിയപ്പോ മോന്റെ ചോദ്യം, അപ്പാ മൃഗം എവിടെ? ഒന്നും മിണ്ടാതെ മകന്റെ വാ പൊത്തിപ്പിടിച്ച് കൈയും കാലും വിറകിന്മേൽ കെട്ടി, കയറ് കൊണ്ട് കെട്ടി യാഗപീഠത്തിന്റെ വിറകിന്മേൽ കിടത്തുമ്പോൾ മുകളിൽ നിന്ന് ദൈവം നോക്കിയിട്ട് പറഞ്ഞു, എബ്രഹാമേ ഇപ്പോഴാടാ എനിക്ക് മനസ്സിലായേ, ചങ്കു പറിച്ചു തരുന്നു എനിക്ക്. ഇന്ന് പകലിൽ ചോദിച്ചാൽ നിന്നെ തന്നെ തരാൻ നിനക്ക് മടിയില്ലാത്ത സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായേ. നിന്റെ യാഗപീഠത്തിൽ ഇസഹാക്കുമാരെത്തട്ടെ, സ്വർഗത്തിന് മനസ്സിലാകും ഇതാ ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോട് പറ, അപ്പ അങ്ങയുടെ സ്നേഹത്തെ പിടിച്ചു വാങ്ങിയ ഇസഹാക്കിനെ ഇന്ന് ഞാൻ യാഗപീഠത്തിൽ എറിയുകയാ. ചിലത് കത്തട്ടെ, അതിനകത്ത് ചാരമാകട്ടെ. ഇല്ല സിസ്റ്ററെ, ഇനിയത് വേണ്ട. ഇല്ല ബ്രദറെ, ഇനിയത് വേണ്ട. ഇല്ല സഹോദര, 115 ആയിട്ടും ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദശാംശമല്ല, വഴിപാടല്ല, നേർച്ചയല്ല, പിന്നെയോ നിന്റെ സ്നേഹം ദൈവത്തിന് വേണം. കൊടുക്കാൻ പറ്റുമോ? യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നെന്ന് പറയാൻ പറ്റുമോ? എന്തോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തൊടുകയാ. ചില ഹൃദയങ്ങൾ ദൈവവുമായി കണക്റ്റ് ആകട്ടെ.
പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, നിന്റെ സ്നേഹത്തിലേക്ക് നീ ഒന്ന് കയറി വാ. ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിലേക്ക് നീ കയറി വാ. ഒരു ഈസഹാക്കിന് നീ വിട്ടുകൊടുക്കരുത്, ഒരു ലോക സാന്നിധ്യത്തിന് വിട്ടുകൊടുക്കരുത്, ഒരു ലോക ശക്തിക്ക് ആ സ്നേഹം കവരാൻ അനുവദിക്കരുത്. നീ ദൈവ സ്നേഹത്തിലേക്ക് വാ. വാവ്. പറയാൻ പറ്റുമോ, യേശുവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു, യേശുവേ ഞാനങ്ങേ സ്നേഹിക്കുന്നപ്പാ, എനിക്ക് നീ മതി, നീ മാത്രം മതി, മറ്റൊന്നും വേണ്ട യേശുവേ, മറ്റൊന്നും വേണ്ട. പറ, വായി തുറന്ന് പറ, എനിക്ക് ഇനിയും അങ്ങ് സ്നേഹിക്കണം. 2020 സ്നേഹിച്ചതുപോലെ അതിനേക്കാൾ ഉപരി 2015 ഞാൻ സ്നേഹിച്ചു അങ്ങേ, അതിനേക്കാൾ ഉപരി 2023 സ്നേഹിച്ചു, അതിനേക്കാൾ ഉപരി 2024 എനിക്ക് സ്നേഹിക്കണം യേശുവിനെ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ. എത്ര പേര് പറയും അപ്പാ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കുവാണ്, ഇതുവരെ കൊടുത്തതല്ല, ഇതിലധികം. ഓ, എത്ര പേർക്ക് പറയാൻ പറ്റും അത്? യേശുവേ മനസ്സോടെ പറ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ ശബ്ദമുയർത്തി ജീസസ് അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ പിള്ളേരെക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ എനിക്കാശ. യേശുവേ പറഞ്ഞ് ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തിന് കൊടുത്ത ആരാധന. എത്ര പേർക്കെന്ന് പറയാൻ പറ്റും? പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കുക, കഴിഞ്ഞ ആണ്ട് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനല്ല, നീ സ്നേഹിക്കുന്ന ചിലതിനെ വിട്ടുകളഞ്ഞിട്ട് സ്നേഹിക്കാൻ ഇന്ന് നിനക്ക് പറ്റുമോ? ഒരിക്കൽ കൂടെ ആ വരികളൊന്ന് ആവർത്തിച്ച് പറയാമോ നമുക്ക്? ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക നിന്നോട്, പറ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ. ശബ്ദമുയർത്തി, ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ. My Jesus, ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ. My Jesus, എന്നെക്കാൾ വലുതാ നീ. യേശുവേ ആരാധ്യനേ, ആരാധ്യനേ, മക്കളെ പറഞ്ഞേ, യേശുവേ
ദൈവം കണ്ടിരിക്കുന്നു. നീ സ്നേഹിക്കുന്ന ചിലതിനെ തീയിൽ എറിഞ്ഞിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ നീ ഒരുങ്ങിയിരിക്കുക. നീ സ്നേഹിക്കുന്ന ചില വലുതിനെ മാറ്റിയിട്ട് യേശുവിനെ സ്നേഹിക്കാൻ നിന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുക. ദൈവം നിന്നിൽ പ്രസാദിക്കട്ടെ. എപ്പോഴാണോ ആ തീരുമാനം നീ എടുക്കുന്നത്, നിന്റെ വാഗ്ദത്തം നഷ്ടമാകത്തില്ല. മോറിയ മലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴും നിന്റെ വാഗ്ദത്തം നിന്റെ കരത്തിലുണ്ട്. സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ നൃത്തത്തോടെ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനന പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ.